വലിയ വലിയ കമ്പനികളുടെ കട്ടിയുള്ള വായിക്കാൻ മടിയുള്ള ആനുവൽ റിപ്പോർട്ടുകളില്ലേ, അതിനകത്ത് അവരുടെ യഥാർത്ഥ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സംഗതി സത്യമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ആ രേഖകൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച കഥകൾ എങ്ങനെ പുറത്തെടുക്കാമെന്ന് നോക്കാൻ പോവുകയാണ്. കോർപ്പറേറ്റ് ലോകത്തെ വലിയ വാക്കുകൾ കേട്ട് നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷനിലായിട്ടുണ്ടാവും, അല്ലേ? മാർക്കറ്റിംഗിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഒരു കമ്പനി ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ ചോദ്യത്തിലുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിക്കാൻ റെഡിയാണോ? കാരണം ഇതൊരു തരം കുറ്റാന്വേഷണം തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്നോ? ഈ കമ്പനിയുടെ വാർഷിക റിപ്പോർട്ടുകൾ തന്നെ. ക്ഷമയോടെ ഒന്ന് പരിശോധിച്ചാൽ ഒരു കമ്പനിയുടെ ഹൃദയം നമുക്കിതിലൂടെ ശരിക്കും വായിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്. വളരെ സിമ്പിളാണ്. പണം എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് മാത്രം നോക്കുക. കാരണം ഒരു കമ്പനി എന്തു പറയുന്നു എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് അവർ എന്തിലാണ് പണം മുടക്കുന്നത് എന്നത്. വാക്കുകൾക്ക് ചിലപ്പോൾ കള്ളം പറയാൻ പറ്റുമായിരിക്കും, അല്ലേ? പക്ഷേ കണക്കുകൾ അത് കള്ളം പറയില്ല. ഈ സംഖ്യ ഒന്ന് ഓർത്തു നോക്കിയേ. 2,78,000 കോടി. ഇത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ മാത്രം വിറ്റുവരവാണ്. അപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചെറിയ കളികളെയല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വലിയ സ്ഥാപനത്തെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ തീരുമാനവും അത്രത്തോളം പ്രധാനമാണ്. ഈ കണക്കുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. നോക്കൂ, ഒരു 10 വർഷം കൊണ്ട് കമ്പനിയുടെ അറ്റാദായം 16,000 കോടിയിൽ നിന്ന് ഏകദേശം ഇരട്ടിയായി. അതായത് ഏതാണ്ട് 32,000 കോടിയിലേക്ക് കുതിച്ചു. അതേസമയം തന്നെ അവരുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിനു വേണ്ടിയുള്ള CSR ചെലവുകൾ അത് ഏകദേശം 900 കോടിക്ക് മുകളിൽ സ്ഥിരമായിട്ട് നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറും നമ്പറുകളല്ല, ശരിക്കും പറഞ്ഞാൽ വളർച്ചയുടെയും മാറുന്ന മുൻഗണനകളുടെയും വ്യക്തമായൊരു സൂചനയാണിത്. അപ്പം ലാഭം കൂടുന്നുണ്ട്, അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന 922 കോടി രൂപയുടെ CSR ഫണ്ട് യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യം നമ്മളെ നേരെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് അവരുടെ സാമൂഹിക മുഖത്തേക്ക് കൊണ്ടുപോകും. ഈ ചാർട്ട് ആ കഥ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ഗ്രാമീണ മേഖലയുടെ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ മേഖലകളിലാണ് അവർ കൂടുതൽ പണവും മുടക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: കമ്പനിയുടെ ലാഭത്തിനപ്പുറം അവരുടെ മുൻഗണനകൾ എന്തെല്ലാമാണെന്ന് നമുക്കിതിലൂടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണക്കുകൾ ഒരു വശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കമ്പനി അവരുടെ റിപ്പോർട്ടുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കിയാൽ മതി. അവരുടെ സ്ട്രാറ്റജിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സംഭവം രസകരമാണ്. ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഊർജ്ജ സുരക്ഷ, വളർച്ച, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ. എന്നാൽ ഇന്ന് കഥ മാറി. ഇന്ന് നമ്മൾ കാണുന്നത് നെറ്റ് കാർബൺ സീറോ, സുസ്ഥിരത, സർക്കുലർ ഇക്കോണമി എന്നൊക്കെയുള്ള പുതിയ വാക്കുകളാണ്. ഇത് വെറുതെ കുറച്ച് വാക്കുകളെടുത്ത് മാറ്റിയതല്ല, അല്ല, ഇത് കമ്പനിയുടെ ചിന്താരീതിയിലും കാഴ്ചപ്പാടിലും വന്ന ഒരു വിപ്ലവം തന്നെയാണ്. ഈ ടൈം ലൈൻ ആ മാറ്റം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സുസ്ഥിരത എന്ന ആശയം ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല. 2010 അതൊരു സ്ട്രാറ്റജിയായി തുടങ്ങി. പിന്നെ ഓരോ ഘട്ടത്തിലും പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് അവസാനം നെറ്റ് കാർബൺ സീറോ എന്ന വ്യക്തമായൊരു ലക്ഷ്യത്തിലെത്തി. ഇതൊരു ബോധപൂർവമായ യാത്രയാണ്. ഇതാണ് നമ്മുടെ അന്വേഷണത്തിലെ അവസാനത്തെ സ്റ്റെപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെ. കമ്പനിയുടെ വലിയ വലിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം വെറും വാക്കുകളാണോ? അതോ അതിനു പിന്നിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? വാക്കും പ്രവൃത്തിയും ഒന്നാണോ എന്ന് നമ്മളിവിടെയാണ് കണ്ടെത്താൻ പോകുന്നത്. ഈ വാചകം നോക്കൂ. പരിസ്ഥിതിയോട് എത്ര ശക്തമായൊരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. കേൾക്കാൻ വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷേ യഥാർത്ഥ ചോദ്യം വരാൻ പോകുന്നതേയുള്ളൂ. ഈ പ്രസ്താവനയെ നമുക്കൊന്ന് ചോദ്യം ചെയ്താലോ? ഇതൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഈ ലക്ഷ്യം നേടാൻ വേണ്ടി കമ്പനി ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. ഇതാണ് തെളിവുകൾ. റെക്രോൺ ഗ്രീൻ ഗോൾഡ്, റെൽവുഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ പാരിസ്ഥിതിക വാഗ്ദാനങ്ങൾക്ക് ജീവൻ കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് എണ്ണയുണ്ടാക്കുന്നതും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ ഗവേഷണം നടത്തുന്നതും വെറും വാക്കുകൾക്കപ്പുറം പ്രവൃത്തികളുണ്ടെന്ന് അടിവരയിട്ട് പറയുന്നു. ഇവിടെ അവരുടെ തന്ത്രവും പ്രവൃത്തിയും തമ്മിൽ വ്യക്തമായൊരു പാലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഈ 3 കാര്യങ്ങളും ചേർത്തുവെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു കിടിലൻ ടൂൾ കിറ്റായി. ഏതൊരു കമ്പനിയുടെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ യഥാർത്ഥ കഥ എന്താണെന്ന് കണ്ടെത്താനും ഈ ടൂൾ കിറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ മറക്കണ്ട: 1. പണം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുക. 2. അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 3. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നുറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു എക്സ്പെർട്ടിനെ പോലെ വാർഷിക റിപ്പോർട്ടുകൾ വായിച്ചെടുക്കാം.
അതുകൊണ്ട് ഇനിയൊരു വാർഷിക റിപ്പോർട്ട് കാണുമ്പോൾ അതൊരു ഭാരമായിട്ട് കാണരുത്. അതൊരു നിധി ഒളിപ്പിച്ചുവെച്ച ഭൂപടം പോലെയാണ്. ക്ഷമയോടെ വായിച്ചാൽ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് കഥകളുടെ ഒരു ഭൂപടം. ഈ പുതിയ അറിവും ടൂൾസും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. അടുത്തതായി ഏത് കമ്പനിയുടെ കഥയാണ് നിങ്ങൾ ഇതുപോലെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.